സാധാരണ ഞാൻ അങ്ങനെ നോക്കാറില്ല. പിന്നെ നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വന്നിരുന്ന് നോക്കണമെന്നേ ഉള്ളു. എന്നും പറഞ്ഞിട്ട് ബ്രേക്ക് സമയത്ത് എല്ലാരും കൂടെ കൈ കൊണ്ടങ്ങോട്ട് കൈ വരും. അതെ വലത് കൈ അല്ല നോക്കേണ്ടത്. ഞാൻ വലത് കയ്യിൽ നോക്കിയില്ലല്ലോ, ഇടത് കയ്യിൽ മൈക്ക് ഇരിക്കണോണ്ട് ഞാൻ നോക്കാം. മുഖത്ത് നോക്കിയാൽ അറിയാം എന്നത് ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്. ആണോ? കൃഷ്ണമണിന് ബിൽഡിംഗ് പണിഞ്ഞു വെച്ചേക്കുന്നത്. ആണോ? എഞ്ചിനീയർ ആണോ? എഞ്ചിനീയർ ആണ്, പക്ഷെ സിവിൽ അല്ല. അല്ല, സിവിലാവാൻ ആഗ്രഹിച്ച ആളാണ്. ഇപ്പൊ ഏത് എഞ്ചിനീയർ ആണ്? മെക്കാനിക്കൽ എഞ്ചിനീയർ. ദൈവമേ, പറയും മുമ്പേ അങ്ങനെ വരും. അതൊക്കെ എങ്ങനെയാണ് സംഭവം? ആമക്കളാണോ രണ്ടുപേര്? അത് ഞാനിവിടെ പറഞ്ഞില്ലേ. ആരെടുത്ത് പറഞ്ഞു? ഞാനിവിടെ ആരെയും ശ്രദ്ധിക്കില്ല, അപ്പാണ് ഇത് ശ്രദ്ധിക്കുന്നത്. അതെ, അപ്പൊ കറക്റ്റാ. പിന്നെ വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഉണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരമുള്ള ഒരു ബിസിനസ് ആണ്. ആണോ? എന്താണ്? ലുലുമാള് വരെയാണോ ഇനി? കൺവെൻഷൻസ് അല്ലല്ലേ? കൺവെൻഷൻ സെന്റർ ഉണ്ട്. ഇന്ന് ബുക്ക് ചെയ്താൽ നിന്റെ കല്യാണം 5000 കുറച്ച് തരും. എന്നിട്ട് പെണ്ണിന് ആരും കൊണ്ടുവരും? പ്രതിമേനെ കെട്ടാൻ പറ്റും. ഒരു വാഴ വെച്ചു കൊടുത്താൽ മതി. അല്ല നോബി, ഇത്രയും മാസങ്ങൾ എന്റെ അടുത്തിരുന്നിട്ട് എന്റെ കൈ 2 കൈയും നിങ്ങളുടെ കയ്യിലായിരുന്നല്ലോ. ഒന്നും ഇന്ന് വരെ നോക്കിയിട്ടില്ലല്ലോ. പക്ഷിശാസ്ത്രമായിരുന്നു. ഒരു തത്ത ഉണ്ടായിരുന്നു, അതിന് അവൻ ചുട്ടില്ല. അതുകൊണ്ട് അതങ്ങ് നിർത്തിയിട്ട് പിന്നെ മുഖലക്ഷണം കൈ നോട്ട പെട്ടെന്ന് അങ്ങനെ വരുമ്പോ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ല ചേച്ചി, ചേട്ടന് വളക്കച്ചവടം ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ പുറത്തെടുക്കണമെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ വരണം. അതല്ല, ഞാൻ നിങ്ങളുടെ കൈ ഇടയ്ക്ക് നോക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെ നോക്കും? ഒരു കയ്യിൽ പക്ക അവിടെ, ഒരു കയ്യിൽ ഇത് കളഞ്ഞിട്ട് ഒന്ന് നോക്കായി. ചേട്ടാ, എന്തായാലും അവിടെ നിന്ന് ഇത്രയൊക്കെ പറഞ്ഞ നമുക്ക് പരിപാടി ആരംഭിക്കണ്ടേ? ഞാനല്ലല്ലോ ഇപ്പൊ ആങ്കർ. എന്താ ഇവിടെ? ഞാൻ എന്താ ഇവിടെ? അണ്ണാ, നീ അവിടെ ഇരുന്നോണ്ടല്ലോ ഞാൻ ഇവിടെ വന്നിരുന്ന. അണ്ണൻ അവിടെ തന്നെ സ്ഥിരമായിട്ടേക്ക് ഇരുന്നോ? അതാ നല്ലത്. എപ്പിസോഡ് അതല്ല, അതാവുമ്പോഴേ അവർക്ക് തിരുവാതിരക്ക് വിളക്ക് വെക്കണ്ട, അണ്ണനെ അടുത്ത് സെന്ററിൽ ഇരുത്തിയാ മതി. ഇന്നത്തെ എപ്പിസോഡ് അഖില് തൂക്കിയിരിക്കുകയാണ് തുടക്കം തന്നെ. അവരെ ഭർത്താക്കന്മാരെ കത്തിക്കുകയും കൂടെ ചെയ്യും. ഇപ്പൊ വെറുതെ വിളക്ക് വെക്കുള്ളൂ. അല്ല, ചിന്നുന്റെ ഹസ്ബൻഡ് പോലീസിലാണ്. കൈയെടുത്തോ? ദൈവമേ, ആ ജിപ്പിഞ്ഞുകൊണ്ടുവന്നാണ് എന്റെ കൈ ശകലം പോലെ അല്ല, ഇത് സേഫ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. നോബിച്ചാൻ ഇപ്പൊ അവിടുന്ന് വന്ന് സെന്റർ സ്റ്റേജിൽ നിന്ന് വെൽക്കം പറയും. ചേട്ടൻ അന്വേഷിച്ചെന്ന് പറയണം. അപ്പം വെൽക്കം ടു കോമഡി മാസ്റ്റർ. ആദ്യം തന്നെ ഒരു ഗംഭീര സ്കിറ്റായിട്ടൊക്കെ തുടങ്ങിയാലോ? രാജേഷിന്റെ ടീം ഇന്ന് ചിരിച്ചു ചാവും. നിങ്ങൾ കണ്ടോ? തിരിച്ചു മരിക്കും. ഗുഡ് മോർണിംഗ് സർ, വെൽക്കം. വെൽക്കം സർ. ജോൺ ഹോനായി. He was suit room. എക്സ്ക്യൂസ് മീ സർ. Excuse me. സാർ അതല്ല ഉദ്ദേശിച്ചത്. സാറ് പറഞ്ഞ എനിക്ക് അങ്ങനെ മനസ്സിലായില്ല. എനിക്കൊരു സൂട്ട് റൂം വേണം. ഓ, ഐ സി. പ്ലീസ് വെയിറ്റ്. 95 കിലോ ഉണ്ട് വെയിറ്റ് ഇപ്പൊ നിലവില്. രാവിലെ തൂക്കിയതാണ്. അല്ല, സാറിന്റെ വെയിറ്റ് അല്ലേ വെച്ചത്? പിന്നെ സാറിനൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു സാറേ. ഓക്കെ, ഞാൻ ഈ ആഫ്രിക്കയിലെ ഉണ്ടകയിലായിരുന്നല്ലോ. എവിടെ? ആഫ്രിക്കയിലെ ഉണ്ടകയില് ആയിരുന്നു ഞാൻ. ഉഗാണ്ട. ആഫ്രിക്കയിൽ ഉഗാണ്ടയാണല്ലോ. ഞാൻ ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളർന്നത് എറണാകുളത്താണ്, പഠിച്ചത് കുണ്ടന്നൂര്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടകയിലൊക്കെ പോണത്. അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലയാളം അങ്ങനെ ഫ്ലുവന്റ് അല്ല. ഇംഗ്ലീഷാണ് ഞാൻ കൂടുതൽ. ഉണ്ടകയിലൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷാണ്. ദാറ്റ്സ് വെരി വെരി റൈറ്റ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് യു മീസ്. I don't believe what is combined with Madhyama. This is Mangatuparampil പുല്ല് പറയും. മനസ്സിലാക്കണം നിങ്ങൾ. ഓക്കെ സർ. എക്സ്ക്യൂസ് മീ. ഓക്കെ സർ, പേര് ചോദിച്ചില്ല. ഗുഡ് നെയിം? വസുന്ധരദാസ്. വെരി ഗുഡ്. ID പ്രൂഫ് എല്ലാം കയ്യിലുണ്ടോ? ID പ്രൂഫ് ഇന്നാണ് കിട്ടിയത്. എന്റെ പെങ്ങളുടെ കയ്യിലായിരുന്നു, രാവിലെ കിട്ടി. പെങ്ങളുടെ കയ്യിലൊക്കെ സാർ ID പ്രൂഫ്? അത് വേറൊന്നുമില്ല, എന്റെ പെങ്ങളുടെ കൊച്ചില്ലേ
ഫുഡ് കഴിക്കില്ല. അപ്പൊ ഈ ID പ്രൂഫിന്റെ ഈ ഫോട്ടോ കാണിക്കും. എന്നിട്ട് ഒരു കൊക്കച്ചി കൊക്കച്ചി കൊക്കാച്ചി എന്ന് പറയും. എന്നിട്ട് കൊച്ചു ചോറും. അങ്ങനെയാണ് ഓ എന്റെ പെങ്ങളെ കൊച്ചു ആധാർ കാർഡ്. പിന്നെ ഇപ്പൊ ആ കൊച്ചു പട്ടിണി ആവല്ലോ അല്ലേ സാർ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ ഓക്കെ. സാറേ പേരെന്താ പറഞ്ഞേ? വസുന്ധരദാസ്. പേര് കണ്ടോ? എക്സ്ക്യൂസ് മീ സാർ. എക്സ്ക്യൂസ് മീ. അയ്യോ എക്സ്ക്യൂസ് മീ ഇവിടെ പറഞ്ഞാണ് Okay, സാറേ. okay. സാറേ ഇതില് പേര് ജാക്കി എന്നാണല്ലോ എഴുതിയേക്കണത്. നിങ്ങളത് ചോദിച്ചത്? ഗുഡ് നൈം. വസുന്ധരദാസ് ഗുഡ് നെയിം അല്ലേ? പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കി, ഗുഡ് നെയിം അല്ലേ? ജാക്കി അത് ബാഡ് നെയിം ആണ്. ബാഡ് നെയിം ആണ്. നമ്മൾ ബസ്സിൽ കയറി കഴിയുമ്പോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നെ കണ്ട അപ്പത്തെ ജാക്കി. ആരാ ജാക്കി എന്ന് വിളിച്ചാ? ആരാ ജാക്കി എന്ന് വിളിച്ചാ? ജാക്കി എന്ന് വിളിച്ചാ ആരാ? അയ്യോ സാർ, ജാക്കി ഞാൻ സാറിനെ വിളിച്ചതാണ്. ജാക്കി സാർ. എന്റെ പൊന്നോ, ഈ ജാക്കി എന്ന് വല്ല പേരില്ലേ ഭയങ്കര ഇതാണ്. ട്രോള് പേരാണ്. ട്രോളും ആൾക്കാർ ജാക്കി എന്ന് വെച്ചാൽ എന്നെ ട്രോളും, നാട്ടുകാർ മൊത്തം ട്രോളും, എന്റെ ബാഗ് വരെ ട്രോളും. അതാണ് ട്രോളി ബാഗ്. അത് ഭയങ്കര ഇതാണ്. ട്രോളി ബാഗ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സാറിന് ജോബ് എന്താ? എനിക്ക് ട്രോളിംഗ് ആണ്. ട്രോളിംഗ് നിരോധിച്ചാൽ? പട്രോളിംഗ്. പെട്രോൾ എന്ന് വെച്ചാ നൈറ്റ് പട്രോളിംഗ്. ഞാൻ അതേ പഠിച്ച ട്രോളിനെ പെണ്ണ് കൊച്ചേ. അല്ല ഞാൻ പറയണ്ടേ. ഓക്കെ സാർ. സാർ ഒപ്പ് വെക്കണം. പേന സാർ. മഷി. മഷി. അതെ സാർ ഇതെങ്ങനെ മഷിയായി സാറേ? ഞാൻ വന്ന വഴിക്ക് കുറച്ച് ഞാവൽപ്പഴം തിന്നു, വായ കഴകാൻ മറന്നുപോയി. അതുകൊണ്ട് പോരായില്ലേ. അതാ ഞങ്ങള് അങ്ങനെ ബുദ്ധി പ്രയോഗിക്കണം. അതാണല്ലേ. ഓക്കെ ഓക്കെ. ആ സാറിന് റൂം നമ്പർ സാർ 2255 ആണ്. റൂം നമ്പർ 2255. എനിക്ക് അയാളുടെ നമ്പർ വേണ്ട. സാഗർ ഏലിയസ് ജാക്കിയുടെ നമ്പർ മതി. സാർ ഉദ്ദേശിച്ച വിൻസെന്റ് തോമസിന്റെ നമ്പർ ആണെന്നാണ്. അതല്ല സാർ, ഇത് ഫോൺ നമ്പർ അല്ല, റൂം നമ്പർ ആണ് സാർ. ആയിക്കോട്ടെ. ഓക്കെ അപ്പൊ സാർ റൂമിലോട്ട് പൊക്കോളൂ. ഗിഫ്റ്റ് ഉണ്ടോ? ഗിഫ്റ്റ് ഇല്ല സാർ, നമ്മൾ റൂം എടുക്കുന്നവർക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. അതല്ല, നമ്മളെ ഇങ്ങനെ മേളിലേക്ക് പോകേണ്ട ഒരു സ്ഥലം. അല്ല അത് ദൈവമല്ലേ തീരുമാനിക്കണേ നമ്മള് മുകളിലേക്ക് പോണത് എപ്പോഴാണ് എന്നൊക്കെ. അതല്ല, നമ്മളെ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോ ചെറിയ മുറി ഇങ്ങനെ ഇറങ്ങി വരില്ലേ? ഉണ്ടെങ്കിലൊക്കെ അങ്ങനെയാണ്, മുറി ഇങ്ങനെ ഇറങ്ങി വരട്ടെ, അതിൽ കയറി. സാർ അത് ഗിഫ്റ്റ് അല്ല സാർ, ലിഫ്റ്റ് 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 ആണ് സാർ. ഓക്കെ താങ്ക് യു. ഞാനപ്പോ അപ്പൊ ഓക്കെ ഓക്കെ തൽപര കക്ഷിയല്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു പറഞ്ഞു. ഹലോ മാം റൂം ഉണ്ടാവുമല്ലോ അല്ലേ? റൂം ഉണ്ട് സാർ. നമ്മൾക്കൊരു ഡബിൾ റൂം വേണമായിരുന്നു. എനിക്ക് എന്റെ വൈഫിനും കൂടി താമസിക്കാനാണ്. ആർക്കൊക്കെ? എനിക്കും എന്റെ വൈഫിനും. സാർ ഇവിടുത്തെ ബയല് വെച്ച്. ഏതാ പൈലോ? അല്ല പൈല അല്ല സാറേ, ഇവിടുത്തെ നിയമം വെച്ച് ഇത് വൈഫാണെന്ന് നമുക്ക് അറിയില്ല സാർ. അതിനൊരു തെളിവെന്തെങ്കിലും വേണം സാർ. തെളിവോ? അതെ അതെ. തെളിവിന് ഈ താലി പോരെ, അതല്ലേ ഏറ്റവും വലിയ തെളിവ്. അല്ല താലി തെളിവാണ്, പക്ഷെ അത് ഇദ്ദേഹം കെട്ടിയതാണോ എന്ന് അറിയില്ല മാഡം. പിന്നെ എന്റെ വൈഫിനെ നീയാണ് താലി കെട്ടിയത്? അതെന്ത് വർത്താനോടത്? അല്ല ഞാനല്ല കെട്ടിയത് സാറേ. പിന്നെ എന്റെ അയൽവക്കാരനെ കൊണ്ട് എന്റെ ഭാര്യന്റെ താലി ഞാൻ കെട്ടിക്കോ? അതല്ല സാറ് കെട്ടിയ താലിയാണെന്ന് ഈ സാറ് തന്നെയാ കെട്ടിയത്. അല്ല അതിന് തെളിവില്ലല്ലോ, നമുക്ക് അതാണ് വേണ്ടത് സാറേ. പ്രൂഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരുന്നു നല്ലത്. ഇവിടുത്തെ നിയമം അങ്ങനെയാണ് സാർ, അതുകൊണ്ടാണ് എക്സ്ക്യൂസ്. അപ്പൊ ഞങ്ങള് ഭാര്യ ഭർത്താവുമാണെന്ന് തെളിയിക്കണം. തെളിയിക്കണം. തെളിയിച്ചു തരാം. ഓക്കെ അത് മതി സാർ. തെളിയിക്കുന്ന പ്രൂഫ് എന്തെങ്കിലും കിട്ടിയോ? പ്രിയേ, എന്തോ എന്താണ് വിശേഷങ്ങൾ? എന്തോ പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീന്തും ഇവിടെ പോയിട്ട് നമുക്ക് ഊട്ടി പോയിട്ട് പ്രിയതമേ ശകുന്തളേ. ഉറപ്പിച്ചു. എന്റെ പൊന്നെ സമാധാനം, ഞങ്ങള് ഭാര്യയും ഭർത്താവാണെന്ന് ഉറപ്പിച്ചല്ല. സന്തോഷം. അല്ല ഭാര്യയും ഭർത്താവും അല്ലാന്ന് ഉറപ്പിച്ചു. അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ഇവിടെ കിടന്ന് കെട്ടിപ്പിടിക്കുക പ്രണയിക്കൊക്കെ ഏത് ഭാര്യയും ഭർത്താവും സാറ് ചെയ്യുന്നത്? കല്യാണത്തിന് മുമ്പാകൊക്കെ സംഭവിച്ചു. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവും. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് പ്രൂഫ് വേണം. പ്രൂഫ് ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള തെളിവ് നമുക്ക് കിട്ടിയേ പറ്റേ. നമ്മളെ ആ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോട്ടോ നിന്റെ ഫോണിലല്ലേ, അതെടുത്ത് കാണിച്ചു കൊടുക്കാം. ഫോട്ടോ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നിങ്ങളാരത് അത് ഡിലീറ്റ്? പക്ഷെ സ്റ്റോറേജ് ഫുള്ളായി. അപ്പൊ പിന്നെ ഞാൻ സ്റ്റോറേജ് ഫുള്ളായ നിന്റെ എത്ര ഫോട്ടോസ് ഉണ്ട് അതെടുത്ത് ഡിലീറ്റ് ചെയ്തപ്പോ എന്തിനാണ് സാധനം ഡിലീറ്റ് ചെയ്തത്? ചേട്ടൻ എന്റെ ഫോണിൽ ഇട്ടപ്പോ ചേട്ടന്റെ ഫോണിലും അത് സേവ് ചെയ്തായിരുന്നു. നോക്കിക്കേ. എന്റെ ഫോണിലൊന്നും ഇല്ലത്. അതെന്താ? നോക്കട്ടെ ഞാൻ നോക്കട്ടെ. എന്റെ ഫോൺ എപ്പോ ഞാൻ ഫോൺ ചോദിച്ചാലും നിങ്ങൾ ഫോൺ തരത്തില്ല. ഈ ഫോണിൽ ഇതിന് മാത്രം എന്ത് രഹസ്യമാണ്? പേഴ്സണലായ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്ത് പേഴ്സണൽ? നിങ്ങൾ എന്റെ ഫോൺ എടുത്ത് നോക്കുമല്ലോ. നിങ്ങൾ 24 മണിക്കൂർ നിങ്ങൾ ഫോൺ തരും. നിങ്ങൾ എന്റെ മതി സർ. നിങ്ങൾ വിവാഹിതനാണെന്നുള്ള ഇതിലും വലിയൊരു തെളിവ് വേറെ വേണ്ട. കറക്റ്റ് ആണ്, ഇത് മതി. ഇത് പ്രൂഫ് വേണ്ട. ഒന്നും വേണ്ടല്ലോ. ഇത് കറക്റ്റ് പ്രൂഫാണ്. ഓക്കെ പൊന്നോ സന്തോഷമായി.
സോറി സാറേ ഇത് സ്റ്റാർ ഹോട്ടലാണ് സാറേ, ഇതുപോലെ വരരുത്. ഇവിടെ ഫാമിലി നിൽക്കുന്ന കണ്ടില്ലേ? സോറി സാർ, ഇങ്ങനത്തെ വേഷത്തിൽ വരരുത് പ്ലീസ്. എനിക്കിത് ഊരാൻ സമയം കിട്ടുന്നില്ല. എന്ത് പറ്റി സാറേ? നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒരു ബർഗർ കഴിച്ചു. എന്ത് ബർഗർ കഴിച്ചു? അതുകൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ബാത്റൂമിൽ കേറിയിട്ടും ബർഗർ. എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, ഒന്ന് വിളിച്ചാ പോരെ സാറേ? അതാണ് ഉൾവിളി വരുമ്പോ നിങ്ങൾ എങ്ങനെ വിളിക്കാൻ പറ്റും? വിളിയുന്നു തന്നെയല്ലേ പുള്ളി പറഞ്ഞത്. അപ്പൊ ഞാന് സാറേ ഈ വേഷത്തിൽ നിങ്ങൾ വരില്ല. അതെ സോറി കേട്ടോ. സാരമില്ല. അതെ, ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടോ? ബർഗർ കഴിക്കാം. അയ്യോ, എന്റെ പൊന്നു സുഹൃത്തെ വേണ്ട. എന്താ ബർഗർ വേണ്ട, ബർഗർ വേണ്ട? വേറെ എന്തെങ്കിലും കിട്ടോ? അങ്ങനെയാണെങ്കിൽ മുട്ട പുൾസൈ മതി. മുട്ട ഉത്സാഹി മതിയോ? മതി. ഓക്കെ, 5 മിനിറ്റ് സാർ വെയിറ്റ് ചെയ്തോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡബിള്. എനിക്ക് ത്രിപിള്. ഓക്കെ, ട്രിപ്പിളാ. ഒരു 5 ബിൾ മുട്ട ഉത്സാഹി. ഓക്കെ, പെട്ടെന്നായിക്കോട്ടെ. ശരി. പിന്നെ സാറേ, മാഡം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണേ. കോംപ്ലിമെന്ററി ആണോ? അതെ, അതെ. ഓ, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കോംപ്ലിമെന്ററി കഴിക്കണമെന്ന്. സത്യം, എനിക്കാണെങ്കിൽ അതൊട്ടും ഉണ്ടാക്കാനും അറിയത്തില്ല. അത് ഞാൻ കഴിച്ചു. ഈ കോംപ്ലിമെന്ററി റവ വെച്ചിട്ടാണോ മൈദ വെച്ചിട്ടാണോ അല്ലെങ്കിൽ അമൃതം പൊടി വെച്ചിട്ടാണോ ഉണ്ടാക്കുന്നത്? എങ്ങനെയാ ഒന്ന് പറയാമോ? അത് സാറേ, കോംപ്ലിമെന്ററി എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രീ ആണ്? അതെ, നമുക്ക് റൂം എടുക്കുന്നവർക്ക് ഫ്രീ ആണ്. ബൊഫേ ടൈപ്പിൽ നമുക്ക് ഇഷ്ടമുള്ളത് അത്രയും കഴിക്കാം. അതെ, അങ്ങനെയാണല്ലേ? അതെ, ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടം അത്രയും കഴിക്കാം. കഴിക്കാം. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പൊളിക്കും. ആണം കുഴപ്പമില്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, Okay. ഉച്ചയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, വൈകിട്ടും മതി, ബ്രേക്ക്ഫാസ്റ്റ്. മതി. നീ വരാം. ഫ്രീ ആണല്ലോ. ചേട്ടൻ ആള് കൊള്ളാലോ. അതെ, ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ടോ? പിന്നെ ഞാൻ പാസ്വേഡ് പറഞ്ഞുതരാം, എഴുതിക്കോളൂ. ഓക്കെ, പറയൂ. എന്റെ കണക്ട് ആയി. എന്റെ കണക്ട് ആയി. മാഡത്തിന് എത്ര പെട്ടെന്ന് കണക്ട് ആയോ? മാഡം ഇവിടെ വന്നിട്ടുണ്ടോ മുന്നേ? ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മുന്നേ? അല്ല, ഇവിടെ നീ ഹോട്ടലിൽ ഇരിക്കും പോകുന്നുണ്ടോ? ഇവിടെയാ? ഇത് ഓട്ടോമാറ്റിക്. പിന്നെ എങ്ങനെ ഓട്ടോമാറ്റിക്? വന്ന് കല്യാണത്തിന് മുന്നേ നമ്മളൊരു ദിവസം ഇവിടെ വന്നില്ലേ? ഞാൻ വന്നിട്ടില്ല. നീ ഞാൻ ആവശ്യമായിട്ട് പറയണ്ട. ചേട്ടനൊന്ന് ഓർത്ത് നോക്കിയാ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇല്ല, ഞാൻ നിന്റെ കൂടെ വന്നിട്ടില്ല. സാറ് വന്നിട്ടുണ്ടെന്നേ. സാർ ഇവിടെ വന്നിട്ടുണ്ട്. ആരുടെ? ആന്ന് ഈ മേഡല്ല, വേറൊരു മേഡായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളല്ലേ? അതേത് മാഡം? അതേത് മാഡം? സത്യം പറ, അതേത് മാഡം? എന്റെ അനിയത്തിക്കുട്ടി താത്രിക്കുട്ടിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞത് വൈഫാണെന്നല്ലേ? നീ എന്റെ കുടുംബം. അവളുമായിട്ട് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? അവക്കൊരു എക്സാം ഉണ്ടായിരുന്നു, എക്സാം എഴുതിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് അവളെ കൊണ്ട് നിങ്ങൾ എക്സാം എഴുതിച്ചാ? സമയം കിട്ടിയില്ല. അതാണ്. നിങ്ങളെ പെട്ടെന്നൊന്ന് റൂം തരാവോ? റൂം തരാം. റൂമിലോട്ട് വാ, ഞാൻ നിങ്ങളെ ശരിയാക്കി തരുന്നുണ്ട്. അല്ല, എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്ന, എനിക്ക് മൊത്തം പുൾസ എപ്പോ കിട്ടും? ഇപ്പൊ വരും സാർ. ഇപ്പൊ വരുമല്ലോ. പെട്ടെന്ന് പുൾസ തരണം, വന്നിട്ട് റൂമും തരണം. എനിക്ക് റൂമിൽ പോകണം. നിങ്ങൾ ഞാൻ ശരിയാക്കുന്നുണ്ട്. ഓർഡർ കൊടുത്തിട്ടുണ്ട് സാർ. പുൾസായി ഇപ്പൊ കിട്ടും. ഇതെന്താ പിന്നെ. എന്ത് സാറ് ഫാമിലി നിൽക്കുന്ന സാറ്? ഒന്ന് മോളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ബാത്റൂമിൽ കയറി ഹാൻഡ് ഷവർ ഓൺ ചെയ്തപ്പോ ചൂടുവെള്ളം മുടിഞ്ഞ ചൂട്. എന്റെ എല്ലാം പോയേ. ഇത് എന്താ സംഭവിക്കുന്നതോ? സാർ, മുട്ട പുൾസായി ആയി. അത് തന്നെയാണ് അവസ്ഥ. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അടുത്തതായിട്ട് നമുക്കൊരു സ്കിറ്റ് കണ്ടാലോ? ആലോചിക്കാൻ കാണണോ വേണ്ടയോന്ന് രസമുണ്ട് കാണാൻ. ശല്യപ്പെടുത്തല്ലേ? കുറച്ചൊരു പവറി പറയണം. അല്ല, കറക്റ്റാ. ഞങ്ങളൊന്ന് ആഘോഷിച്ചോട്ടെ, ഞങ്ങളൊരു ആങ്കറിനെ ഒന്ന് കണ്ടോട്ടെ. അതെ. അടുത്തതായിട്ട് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കൂട്ടുന്നതിനായിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം ബാലാമണി, തീർത്ഥ ആൻഡ് ആര്യദത്തൻ. ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്രേക്ഷകരിൽ നിന്നും 2 പേര് ഇവിടെ വന്ന് ആങ്കർ ചെയ്യുന്നത്.
അത് എല്ലാ എപ്പിസോഡിലും ആക്കിയാ നല്ലതാണ്. അതുമല്ല ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ നിന്നിട്ട് ആങ്കറിനെക്കാളും നന്നായിട്ട് ആങ്കറിങ് ചെയ്യുന്നത്. ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വള പോലെ തുറയില്ലേ, ആടെ ചീഞ്ഞിരിക്കുന്നു. മുളച്ച് ഇത് ഇനിയും ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളെ പോലത്തെ ആൾക്കാര് എന്താ ഉള്ളിൽ കരയുന്നുണ്ട് ഞാൻ. നിങ്ങളെ പോലത്തെ ആൾക്കാർ മുന്നോട്ട് വന്നത് കിടിലമാക്കണം. അവര് മുന്നോട്ട് ഒരു സമയത്ത് എലീനയും ഒരു സാധാരണ പ്രേക്ഷകരായിരുന്നു. ഇന്ന് സെലിബ്രിറ്റി അവര് നാളെ സെലിബ്രിറ്റി. ആരാടെ കണ്ണും കാണുന്നില്ല. ഒരാൾ വിളിക്കുന്നത് അവര് നന്നായിട്ട് ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു. എടി നിന്റെ സെന്റ് ഓഫ് ആന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബാറ്ററി എവിടെ? എന്റെ ബാറ്ററി ഓൺ ആക്കിക്കേ. ചാർജ് ആവുന്നില്ല. അതുപോലും എനിക്ക് എന്റെ ബാറ്ററി ഉണ്ട്. ഈ സ്കിറ്റൊക്കെ കണ്ടിട്ട് ഞാൻ ആലോചിക്കും ഇന്ന് എന്റെ വൈൻഡപ്പ് ആണോ അല്ലയോ എന്നുള്ളത്. ബാറ്ററി എന്തായാലും ഓൺ ആയിട്ടുണ്ട്. മക്കളെ നിങ്ങൾ റെഡിയാണോ? അപ്പൊ ഞങ്ങൾ ചിരിപ്പിക്കാൻ എന്തായാലും റെഡിയാണ്. അപ്പൊ നിങ്ങൾ ചിരിക്കാനും റെഡി അല്ലേ? നിങ്ങൾ റെഡി ആയിക്കോ. സുപ്രജാ രാമപൂർവ സന്ധ്യ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവം. എന്താ മനുഷ്യ രാവിലെ തന്നെ ഇവിടെ കിടന്ന് വളം വെക്കുന്നേ? എടി ശാന്തേ, എന്താ ലോജിക്കില്ലാത്തൊരു പേര്? ഈ ലോകത്ത് അറിയപ്പെടുന്ന ഒരു ശില്പിയാണ് ഈ വീരൻ ശില്പി. എന്റെ വീരൻ ചേട്ടാ, ലോജിക്കില്ലാത്തൊരു പേര്. ഈ അറിവും കഴിവുമുള്ള എന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. എന്റെ പൊന്നു മനുഷ്യ, രാവിലെ എഴുന്നേറ്റ് പല്ല് പോലും തേക്കാതെ വെറും വയറ്റിലിരുന്ന് സ്വയം പുകഴ്ത്താതെ കാര്യം എന്താണെന്ന് തെളിച്ച് പറ. നിനക്ക് വന്നു ഇപ്പൊ എന്നെ ഒരു വിലയും ഇല്ല. മനുഷ്യ, എനിക്ക് നിങ്ങളൊരു വിലയില്ലാതെ മാത്രം നിങ്ങൾ പറയരുത്. പണ്ട് ഒരു വെള്ളക്കടലാസില് നിങ്ങൾ എന്റെ അച്ഛന്റെ പടം വരച്ചില്ലേ? അത് കണ്ടിട്ടാ എനിക്ക് നിങ്ങളെ ഇഷ്ടായേ. അയ്യോ, നിന്റെ അച്ഛന്റെ പടം വരച്ചേന്നല്ല. പിന്നെ എടി, ആര് പേനയും പേപ്പറും എടുത്ത് കാക്കറ ഊക്കറ് വരച്ചാലും നിന്റെ അച്ഛന്റെ മുഖമായി മാറും. അഭിമാനിക്കുവല്ലേ ശാന്ത? വിളിച്ച് പറയണേ. സോറി. അത് മാത്രല്ല ഏട്ടാ, നിങ്ങളെ പണ്ട് നമ്മുടെ കല്യാണത്തിനിട്ട ഒരു വെള്ള ഷർട്ട് ഇല്ലേ, അതിന്റെ വലത്തെ സൈഡിലുണ്ടായിരുന്ന ഒരു എണ്ണ ചിത്രം. ഞാൻ ഇപ്പോഴും അതിന്റെ ഫാനാ. അയ്യോ, അത് എണ്ണ ചിത്രമൊന്നും അല്ല. പിന്നെ എന്താ? അത് കൊപ്പറ അങ്ങോട്ട് ഒരു കാക്ക തൂറിയപ്പോ ഞാൻ തുടച്ചതാ. പക്ഷേ ആ ചിത്രത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അർത്ഥം മറ്റു തൂർന്ന കാക്ക. അതൊക്കെ വിട്. പിന്നെ അപ്പുറത്ത് പിന്നെ ബാബുല്ലേ, പുള്ളിക്ക് ആ മൂക്കി കയറ്റിരിക്കുന്ന രാക്ഷസന്റെ ശില്പം വേണമെന്ന് പറഞ്ഞു. എന്താ? അത് മൂക്കി കയറ്റിരിക്കുന്ന രാക്ഷസന്റെ ശില്പം അല്ല. പിന്നെ എന്താ? അത് നാണം കുണുങ്ങിക്കുന്ന മണവാട്ടി. ഞാൻ പ്ലംബറിനെ വിളിച്ച് ഒരാഴ്ചയായി ശരിയാക്കാൻ നടക്കുന്ന ബാത്റൂമിലെ പൈപ്പ് ഒന്ന് ശരിയാക്കാൻ പറഞ്ഞു. അതിന് ഇന്ന് ശരിയാക്കണേ? കുറെ നാൾക്ക് ശേഷം ഇന്ന് ആഹാരം കഴിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. ഇൻപുട്ട് മാത്രം മതി, ഔട്ട്പുട്ടും കൂടെ അങ്ങനെ വളർത്തിട്ടുണ്ട്. ചേട്ടാ, അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ആ തെക്കേലില്ലാത്ത എന്നോണക്കുഴിയുള്ള തമ്പുരാട്ടിയുടെ ശില്പം കൊത്താൻ പോയില്ലേ? എന്തായി? കൊത്തിയോ? എന്നിട്ട് അതാണ് ആ വീട്ടിൽ ഇപ്പോഴത്തെ ഉരൾ. പിന്നെ മേമനില്ലാത്ത രാമകൃഷ്ണൻ നമ്പൂതിരി ഇല്ലേ, പുള്ളിക്ക് ഇവിടുന്ന് ഒരു ശില്പം വേണം പറഞ്ഞിരുന്നു. വീരൻ ശില്പിയുടെ വീടല്ലേ? അതെ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? ആ, വേറെ വന്നോളൂ എന്ന് പറഞ്ഞോട്ടെ. നമസ്കാരം. അച്ഛന് വയ്യ, സുഖയില്ലാതെ കിടക്കുകയാണേ. അതിരുത് ആശുപത്രി അല്ല, അയ്യോ ഞാൻ മോളാ. സൂപ്പർ. നിങ്ങൾക്ക് ഇതുപോലൊരു മക്കളുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നിങ്ങളുടെ മോളൊന്നും അല്ല. അത് മോളെ കണ്ടാലും പറയും. മോളെ കാണാൻ ഇച്ചിരി ഭംഗിയുണ്ട്. ഇങ്ങനെയായിട്ട് കുലുക്കല്ലേ? നീ കുലുക്കി എന്റെ വയറ്റാത്ത കൊക്കോ പുഴു ശാരദ ശേഖരിനെ തുടങ്ങുന്ന അണ്ടിപ്പരിപ്പുഴ. അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു നിങ്ങളെ ഇവിടെ വന്ന് ഇങ്ങനെ കാണണമെന്ന്. ഇങ്ങനെയോ? സോറി, അതെന്റെ അല്ല. അച്ഛനെന്താ പറ്റിയെന്നാ പറഞ്ഞേ? അച്ഛന് വയ്യ, തീരെ വയ്യേ. എന്ത് പറ്റി? രേഷ്മ വന്നാ. അയ്യോ അല്ല,
അച്ഛന്റെ കൂട്ടുകാർ രേഷ്മ വീട്ടിലോട്ട് വന്നാ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് ചുറ്റിയെടുത്ത് ഒറ്റ എന്റെ ഭാര്യ അവളില്ലാത്തപ്പോ എന്റെ എത്രയോ കൂട്ടുകാരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്രശ്നമേ അല്ല. കളിക്കല്ലേ ശാന്ത, നീ കളിക്കല്ലേ. ആ അല്ല പിന്നെ കളിക്കല്ലേ ശാന്ത. പ്രശ്നം കഴിഞ്ഞു. വിട്ട് ശാന്തേ, അത് വിട്ട് കള്ള, അത് വിട്ട്, അത് വിട്ട്, ആ പ്രശ്നം വിട്ട് ശാന്ത, അത് വിട്ട് കള്ള. കുട്ടി പറയൂ. അച്ഛനൊരു ആഗ്രഹം, ഞാൻ നൃത്തം ചെയ്യുന്ന ശില്പം ഞങ്ങളുടെ ഇല്ലത്തിന് മുറ്റത്ത് വേണമെന്ന്. അതുപോലെ ഞാൻ നൃത്തം ചെയ്ത ഒരു ശില്പം ഞങ്ങളുടെ ഇല്ലത്തിന്റെ മുറ്റത്തുണ്ട്. അതും ഇങ്ങനെ പണി ഏൽപ്പിച്ചത്. ആണോ? ഏട്ടൻ നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹ? അയ്യോ, സ്നേഹം കൊണ്ടൊന്നുമല്ല. പിന്നെ ശില്പാകുമ്പോ ഒരു മുദ്രയിലങ്ങ് തീരും. എവിടെ ഡാൻസ് മൊത്തം കാണുന്നുണ്ടോ? അല്ല, ഇപ്പോലെ പൈസയുടെ ആവശ്യമുണ്ടോ? പൈസയുടെ ആവശ്യം ഉണ്ടോന്നാ? ഒരു 10 രൂപ കിട്ടുമെന്ന് പറഞ്ഞ അലിൻ ജോസ് പെരേര ഒരു അച്ഛന്ന് കയറി വിളിക്കേണ്ട ഗതിയിലാണ്. ഇതെന്താ? അല്ല, ഈ മോഡലില് ശില്പം അതെ ഞാൻ വെച്ച വട്ടം. അതെ. അപ്പൊ ചേട്ടാ പട്ടി മുള്ളാൻ നിൽക്കുന്ന പോലെ വേണം ഏട്ട ശില്പം പണിയാൻ. അല്ല ചേട്ടൻ അങ്ങനെ പണിത് വരുമ്പോ ഇതുപോലെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പണിതാലോ പട്ടി മുള്ളാൻ നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ കണ്ണിന്റെ സൗന്ദര്യവും മൂക്കിന്റെ ഭംഗിയെല്ലാം അതുപോലെ തന്നെ വേണം. അതുപോലെ തന്നെ വേണോ? ആ വേണം. അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു കൊച്ചെ ഇങ്ങനെ കൊണ്ട് ശില്പം പണിപ്പിക്കുന്നതിനേക്കാൾ നല്ലൊരു ഫ്ലെക്സ് അടിക്കുന്നു. അല്ല, നിങ്ങൾക്ക് ഈ പോസ് പാടാണെങ്കിൽ ഞാൻ ഇങ്ങനെ കുന്തലതയായിരിക്കും. അല്ല, ആരാ അവിടെ പാറയെല്ലാം കൂടെ കൂട്ടിയിട്ടേക്കുന്ന? അയ്യോ, അത് പാറ കൂട്ടിയിട്ടിരിക്കുന്നല്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങേര് പണിത എന്റെ നൃത്തം ചെയ്യുന്ന ശില്പം. പക്ഷേ എന്റെ ശില്പം മനോഹരായിരിക്കണം. അല്ല, അഡ്വാൻസ് വല്ലതും വേണോ? അഡ്വാൻസ് വേണോന്നോ? ഞാൻ എന്ത് പണി ചെയ്താലും അഡ്വാൻസ് വന്നിട്ടേ ചെയ്യാറുള്ളൂ. ആണോ? അന്ന് ഒരു മിനിറ്റ്. അല്ല, എത്രയാ വേണ്ടേ? 500ന്റെ 1 കിലോ കെട്ടെടുത്തു. 1/2 കിലോയോ? എനിക്ക് എണ്ണാൻ അറിയില്ല, ഞാൻ തൂക്കിയാണ് എടുക്കുക. അതെ, ഇതങ്ങോട്ട് പിടിക്ക്. 1/2 കിലോ ഉണ്ട്. ആ ഉണ്ട്, എനിക്കറിയാം. എടുത്തേക്കാ. അപ്പൊ അടുത്ത ആഴ്ച കുട്ടീനെ വീട്ടിൽ ഞാൻ ശില്പം പണിയാൻ വരും. അയ്യോ, എന്റെ വീട്ടിലോട്ടല്ല വരണ്ടേ, പിന്നെ എന്റെ ചേച്ചിയുടെ വീട്ടിലോട്ടാ വരണ്ടേ. ഗിഫ്റ്റ് കൊടുക്കാനായിരിക്കും കൊച്ചു കളി പോകണം. അയ്യോ, ഗിഫ്റ്റ് കൊടുക്കാനല്ല, പണി കൊടുക്കാനാ. പണിയോ? ആ, അവൾ എന്നെക്കാട്ടിലും നല്ലൊരു വീട് വെച്ചു. എനിക്കത് എങ്ങനെങ്കിലും ഒന്ന് കൊളവാക്കണം. നിങ്ങളുടെ ശില്പം അവിടെ കൊണ്ടുവന്ന് വെച്ചാലേ അത് കൊളവാകത്തുള്ളൂ. വഴിയില്ല, അതുകൊണ്ടാ. ചേട്ടാ ബാലമണി, തീർത്ഥ ആൻഡ് ഹരിദത്തൻ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? എനിക്ക് ആര്യദത്തനും തീർത്ഥാന്റെയും ആ ഒരു ഇക്വേഷൻ സൂപ്പർ, ഭയങ്കര എനർജി ആയിരുന്നു. താങ്ക് യു. ആൻഡ് നിങ്ങളുടെ ഓരോരോ ടൈമിംഗ് ആണെങ്കിലും ഏത് രീതിയിലും ബോഡി ഫുൾ ഹെഡ് ടു ടോ ഭയങ്കര സൂപ്പർ, നല്ല എനർജി ആയിരുന്നു. ഈ വെക്കേഷൻ സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ എത്ര പേര് അമ്മമാരുണ്ട്? എല്ലാവരും അമ്മമാരാണോ? വെക്കേഷൻ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെ എൻഗേജ് ചെയ്ത് നിർത്തുന്നേ? എനിക്ക് 2 മക്കളാണുള്ളത്. അതിൽ ഒരാൾ 10th-ലായി, നെക്സ്റ്റ് അടുത്ത ആള് 6th-ലായിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇളയ ആൾക്ക് ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. അപ്പോൾ വീട്ടില് എല്ലാ ദിവസവും എന്നെ വിളിച്ച് ബാഡ്മിന്റൺ കളിക്കുക. പിന്നെ നമ്മുടെ വീടിന്റെ അവിടെ അമ്പലത്തിൽ ആലില് ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്നെ വിളിച്ചിട്ട് പോയി അവിടെ ഇരുന്ന് ഊഞ്ഞാലാടും. അല്ല, ആക്ച്വലി ഈ വർഷമാണ് പഴയ രീതിയിലുള്ള ഒരു വെക്കേഷൻ എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് എന്റെ ചെറുപ്പകാലമൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ ക്രിക്കറ്റ് വരെ കളിക്കുമായിരുന്നു ആ അതാ സമയത്ത്. ചെറുപ്പകാലം ഓർമ്മയെന്ന് പറഞ്ഞപ്പോഴാണ് നോബിച്ചേട്ട പഴയ കാലത്തെ ആ കുട്ടിക്കാലം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറയൂ നോബിച്ചേ. വിചാരിക്കും 5 തെങ്ങ് കോട്ട ഞാൻ ഉണ്ടാക്കിയാണെന്ന്. അല്ല, നോബിച്ചേട്ടന്റെ വെക്കേഷൻ ഞങ്ങളല്ല ക്രിക്കറ്റ് കളി വേണം വയലില്. ആ വയലിലാണ് ഇന്ന് ബൈപ്പാസ് പോണത്. ശരിയാ. വയലില് കളിക്കുക, വയലില് ക്രിക്കറ്റ് കളിക്കുക. വയലിന്റെ സൈഡില് ഷാപ്പുണ്ട്, കൊച്ചിലാണേ, കുട്ടിക്കാലത്താണ്. ആ ഷാപ്പില് ഞങ്ങള് രാവിലെയാണ് കളിക്കുന്ന. രാവിലെ 9 മണിക്ക് എല്ലാവരും കൂടെ കളി ഷെയർ ഇടും ഇതിനകത്ത്. എന്തിന്? പറഞ്ഞുതരാം. മരിച്ചീനി മേടിക്കാം, മരിച്ചീനി ബീഫ് മേടിക്കും ആ ഷാപ്പിൽ നിന്ന്. എത്ര പേരാണെന്നറിയാമോ? ഞങ്ങളൊരു 16-17 പേര് കാണും. അത്രയും പേരാണ് ഒരു ബീഫും ഒരു അത് ചൂടത്തിരുന്നിട്ട് പിന്നെ തോട്ടി പോയി വായും കഴുകിയിട്ട് സത്യം സത്യം. പിന്നെ ഒപ്പം അത് കഴിയുമ്പം ഒരു 1:30-2 മണിയാകുമ്പോ വീട്ടിൽ നിന്ന് വിളി വരും. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ. സത്യം. ഇതുപോലെ എല്ലാരും വീട്ടിൽ നിന്ന് വിളി വരും.
പിള്ളേരുടെ അടുത്ത് നോക്കട്ടെ, ഇപ്പോഴത്തെ ജനറേഷനിലേക്ക്, അത് നമ്മുടെ കാലഘട്ടത്തിലെ വെക്കേഷൻ എന്ന് പറയുമ്പോ എങ്ങനെയായിരുന്നടാ? നമ്മളെ അല്ല അവരുടെ. ഫുള്ള് പൊലിവ്. പൊലിവോ? പൊലിവെന്ന് വെച്ചാ ഫുള്ള് വൈബ്. ഫുള്ള് പൊളി. അത് പുതിയ വാക്ക് പഠിക്കട്ടെ. എന്താണ് പൊലിവ്? പൊലിവ്. പൊളി എന്നുള്ളത് പോയി, ഇപ്പൊ ഒരു വി ചേർന്നു, പൊലിവ്. ശരി. പൊലിവ്. എന്തൊക്കെ ചെയ്യും? ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഇപ്പൊ ഇല്ല. ഫോണ് കളിക്കുക, കടന്നുറങ്ങുക, കഴിക്കുക, ഫോണ് കളിക്കുക, കടന്നുറങ്ങുക, കഴിക്കുക. അത് തന്നെയാണ് റൊട്ടീൻ. എടാ നീ നാട്ടിലും അങ്ങനെ തന്നെയാണോ? ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകും. അവൻ കളിക്കാരൻ, കളിവീര്. ആക്ച്വലി നമ്മളെല്ലാരും വളർന്ന ഒരു സാഹചര്യത്തില് കസിൻസ് എല്ലാം 1-2 വയസ്സുള്ള ഒരു ഡിഫറൻസിലാണ് എന്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ എന്താ പറയാ, ഹോളിഡേയ്സ് ആവുമ്പോ എല്ലാരും വീട്ടിലേക്ക് ഒരുമിച്ച് വരുന്ന ഒരു വരും. scene. തറവാട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും. ഇപ്പൊ ആണെങ്കില് ചില കസിൻസ് വേഗം കല്യാണം കഴിക്കും, ചില ലേറ്റ് ആയി കല്യാണം കഴിക്കും. അപ്പൊ കുട്ടികളുടെ ഏജ് ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മളുടെ പോലെ ആ ഒരു എന്താ പറയുക റിലേഷൻ ഇല്ല ഇപ്പോഴത്തെ കസിൻസിന്റെ ഇടയിൽ. ഏറ്റവും സങ്കടം തോന്നുന്നത് ഇപ്പോഴത്തെ കസിൻസ് ആണെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുമിച്ച് വരുന്നില്ല. അതെ, അതാണ്. എന്റെ വീട്ടിൽ വരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അവർക്ക് അടിച്ചു പൊളിക്കാനുള്ള പൈസ വേണ്ടേ മോനെ? ഇവിടുന്ന് സ്കിറ്റ് ഉണ്ടാക്കി എടുത്ത പൈസ കൊണ്ട് നീ അടിച്ച് പൊളിച്ചോ അവിടെ കസിൻസുമായിട്ട്. ഇവർക്കും കൂടെ കൊടുത്തേക്കണേ. എത്ര കിട്ടിയെന്നുള്ളത് നമുക്ക് ആദ്യം അറിയണ്ടേ? എങ്കിൽ നമുക്ക് തിരിഞ്ഞ് ബാറ്ററിയിലേക്ക് നോക്കാം. ഓൾ റൈറ്റ്. 50,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. മോർ ദാൻ ഇനഫ് അല്ലേ? അപ്പൊ ഇനി പൈസ വരട്ടെ. ആൻഡ് ഇതാ അയക്കുന്നു. നന്ദിയുണ്ട്. അപ്പൊ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി അടിച്ചു പൊളിക്കാം. അപ്പൊ എന്തായാലും ഹാപ്പി ഹോളിഡേസ്. ഹാപ്പി ഹോളിഡേസ്. ഹാപ്പി ഹോളിഡേസ്. താങ്ക് യു. കല്യാണ കച്ചേരി കോമഡി. തുറച്ചു കഴിഞ്ഞാണോ എല്ലാം? 101 ഇല തൂത്ത് തുടച്ചു വെച്ചിട്ടുണ്ട്. ആളെയാ തൂക്കാൻ. പിന്നെ കൃത്യമായിട്ട് ചെയ്യുമ്പോ എങ്ങനെ കീറി പോകും. എടാ ഇത് കഴിക്കാൻ വേണ്ടിയാണ്, അല്ലാണ്ട് വേറെ ഒന്നിനല്ല. ചേട്ടാ അവിടെ എല്ലാം സെറ്റ് അല്ലേ? ഡയാന, നീ വാഴയിലയിൽ തോരണം ഉണ്ടാക്കിയതാ? എന്റെ പൊന്നെ എനിക്കറിയില്ല. ഇതിന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനേ. പക്ഷെ ഇനി സ്കിറ്റ് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ. നമ്മളുണ്ടല്ലോ. വേണ്ട വേണ്ട, അത് ചെയ്യണ്ട. അത് അറിയാവുന്നവര് ചെയ്യട്ടെ, നമ്മൾ റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ച് റിസ്ക് എടുത്ത് അറിയാവുന്ന കുറച്ച് ആൾക്കാരെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇടവേള ബാബുവിന് ശേഷം ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഞാൻ വന്നിരിക്കുകയാണ്. ഇടവേള ആളുണ്ടോ? പിന്നതായിരിക്കുന്നു ചേട്ടാ. എണീറ്റോ. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ചേട്ടാ. അല്ല, നമ്മുടെ മറ്റേ ഒരു നല്ല സുന്ദരിയായ ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ. അത് നമ്മുടെ വസന്ത പഴയന്നൂരല്ലേ? എവിടെയാ ചേച്ചി? വരുന്നത് ചേച്ചി ചേച്ചിയുടെ എടുക്ക ഇവിടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അല്ലേ, സാരമില്ല. നിങ്ങൾ അങ്ങോട്ട് ചേർന്ന് നിക്കുന്നേ. എന്താ കല്യാണം കഴിപ്പിക്കാനാണോ? നിങ്ങളല്ലേ ഉള്ളൂ. ശരി. അപ്പൊ എന്തായാലും റെഡി അല്ലേ നിങ്ങള്? അതെ, റെഡിയാണ്. ടീമായിട്ട് സെറ്റ് ആണ്. ടീമായിട്ട് ഞങ്ങൾ ടീമിൽ പ്രധാനപ്പെട്ട ഒരാൾ കൂടി വരാനുണ്ടല്ലോ. ഇനിയുണ്ടോ ആൾക്കാർ? അപ്പൊ നിങ്ങൾ ഇറക്കുന്നു? ഞങ്ങൾ ഇറക്കുന്നു ഈ വർഷത്തെ പുതിയ പ്രൊഡക്റ്റ് മഹേഷ് കുറ്റിപ്പുറം. നല്ല റിച്ച് പ്രോഡക്റ്റ്. രംഗണ്ണൻ കൊള്ളാം. ഇത് പൊളിക്കും. അപ്പൊ ബാറ്ററി ഇവിടുന്ന് പവർ തന്നെ ഒന്ന് കേറിയിട്ടുണ്ട്. ചിരിപ്പിച്ച് എത്രത്തോളം ബാറ്ററി ചാർജ് ചെയ്യാന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ചിരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാർ. ചിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ബാറ്ററി എടുത്ത് റെഡിയാണോ എന്നൊന്ന് ചോദിച്ചേ. ബാറ്ററി റെഡിയാണോ? ബാറ്ററി റെഡിയാണോ? റെഡി. ബാറ്ററി എവിടെ? റെഡി. അപ്പൊ ചാർജ് ചെയ്യാൻ നിങ്ങൾ റെഡി ആക്കിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഹലോ, ഇത് ഞാനാ ബെറ്റുവാസു. എടാ, ബസ് വിറ്റുന്നല്ല, ബെറ്റുവാസു. നാളെ എന്റെ മോളുടെ കല്യാണാണ്. കല്യാണത്തിന് ഈ വരണം. തലേദിവസം പറഞ്ഞിട്ട് വരാതിരിക്കരുത്. ഇനി അഥവാ ആ മനസ്സിൽ ആ ഗർവറ്റ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോ. എന്റെ പ്രശ്നമൊന്നുമില്ല. എന്നാലും 2 കല്യാണത്തിന്റെ ആള് എന്റെ വീട്ടിലുണ്ട്. വേണമെങ്കിൽ ഇതൊന്ന് ബെറ്റ് വെച്ചോ. ബെറ്റ് വെക്ക്. അയ്യോ, എന്റെ അമ്മോ. എന്റെ വാസോട്ടാ, ഈ കയ്യും കാലൊക്കെ വരച്ചിട്ട് ഇങ്ങനെ നടന്ന എങ്ങനെ? നാളെ കല്യാണല്ലേ? നാളെ കല്യാണാണ് മോളെ. എന്തായാലും 8 കൊല്ലായി ഞാൻ മദ്യപാനം നിർത്തിയിട്ട്. പക്ഷെ എന്റെ കൈവറപ്പോഴും മാറ്റില്ല. അതെന്താന്നറിയോ? വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എന്നും ബെറ്റ് വെക്കണം. ഈ ഒരു ബെറ്റ് വെച്ച് എന്റെ കൈവറ ഒന്നും മാറ്റി. എന്നാ ഞാൻ തന്നെ വെക്കല്ലേ. എന്റെ ബെറ്റ് ഇപ്പൊ ശരിക്കും ബെറ്റ് സമാധാനായത്. എന്റെ ബെറ്റ് വിജയിച്ചിട്ടുണ്ട്. എടി, കഴിഞ്ഞ ആഴ്ച തെക്കുംപുറത്ത് അമ്പലത്തില് ആനടിയെന്ന് പറഞ്ഞില്ലേ? ഈ ആന അടഞ്ഞില്ലേ? അപ്പൊ എന്റെ ബെറ്റ് വിജയിച്ചില്ലേ? ആന്റെ വാലിൽ ആരോ കടിച്ചിട്ടല്ലേ? അത് ഈ ആരോടും പറയണ്ട. ബെറ്റ് വിജയിക്കാൻ വേണ്ടിട്ടേ ആനവാലി ഞാൻ തന്നെ കടിച്ചതാ.
ഇന്നലത്തെ ബെറ്റിൽ തോറ്റില്ലേ ഇന്നലെ ഇന്നലത്തെ ബെറ്റിൽ എങ്ങനെ തോൽക്കണേ? ഇന്നലെ തിയേറ്ററിലേ എന്റെ അച്ഛനെ ഞാൻ സിനിമ കാണാൻ വന്നപ്പോ കൂകി അടിക്കുന്നു പറഞ്ഞേ നിങ്ങള്. ഞങ്ങള് കൂ, കൂ, കൂ. എത്ര കൂകി അടിച്ചില്ലല്ലോ. ബെറ്റ് തോറ്റെന്ന എന്റെ വിചാരം. നിന്റെ ബെറ്റ് തോൽക്കൂല. ഇങ്ങോട്ട് പോന്നപ്പോ രണ്ടാളിനെ ഞാൻ എന്റെ വീട്ടിൽ കണ്ടു വിട്ടിട്ടുണ്ട്. ഓലിപ്പോ അച്ഛനെ അടിച്ച് പഞ്ചറാക്കിയിട്ടുണ്ടോ? അല്ല കിടക്കണം അത് നമ്മളെ പുരുഷേട്ടെ. ഏത് പുരുഷേട്ടൻ? എന്റെ ഏട്ടും പുരുഷേട്ടെ. അനക്ക് ഓർമ്മണ്ടാ ഇജ്ജ് പണ്ട് തേച്ച പുരുഷേട്ടനാണ് കിടക്കണത്. അതെ, തേക്കാനുള്ള നല്ല കാരണമുണ്ട്. അതെന്താ? എന്താന്നറിയോ, പണ്ട് എന്നെ പ്രേമിച്ച് കിടക്കണ കാലത്തെ പുറത്ത് കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആളുടെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് എന്റെ വീടിന്റെ പടിപ്പുറത്ത് പോയിരുന്ന് കഴിച്ചാളാ. പിന്നെ എങ്ങനെ തേക്കാണ്ടിരിക്കും? അപ്പൊ ഇന്ന തേച്ചതോ? നിങ്ങളെ തേച്ച കാര്യം പറയാണ്ടിരിക്കാൻ നല്ലത്. ഞാനിതുപോലെ കെട്ടി ഒരുങ്ങിയിരുന്നിട്ട് നിങ്ങൾ ലുല്ലുമാള് കാണിച്ചു തരാന്ന് പറഞ്ഞു. നിങ്ങൾ പോട്ടെ കാണിച്ചു തന്നെ എനിക്ക്. ഈ പഴം മുഴുങ്ങിയതിനെ എന്നെ വിളിച്ചേ പുരുഷേട്ടാ. കാര്യം പറയട്ടെ, ഈ തേച്ചതിന് ശേഷം പുരുഷേട്ടന്റെ പെണ്ണുങ്ങളെ കാണാൻ തേച്ചാ മനസ്സിലായ? പെണ്ണുങ്ങളോട് അത്ര കലിയാ. പിന്നെ അയാളിപ്പോ അങ്ങനെ കിടന്നോട്ടെ, അയാൾ നടക്കേണ്ട കാര്യമുണ്ട്. നമ്മളെ സദ്യക്ക് കൊടുന്ന ഇലല്ലേ, അതിങ്ങനെ തുറക്കായിരുന്നു. അതിൽ 2 എണ്ണം കീറി. 2 അല്ല 6 ഇല കീറി. 6 ഇല കീറി. അത് കൊണ്ടുപോയിട്ട് സെല്ലോ ടാപ്പ് ഇട്ട് ഇങ്ങനെ ഒട്ടിച്ച്. സെല്ലോ ടോപ്പ് പരാജയപ്പെട്ടു. നേരെ ടൈലർ ഷോപ്പിൽ കൊണ്ടുപോയി കംപ്ലീറ്റ് സ്റ്റിച്ചിട്ടു. എന്നിട്ട് അത് പോരാന്നപ്പോ എന്തറിയോ, അവർ പറഞ്ഞു ഓവർലോക്ക് സേഫ്. അന്നേരം ഓവർലോക്ക് ചെയ്ത് ഇപ്പൊ സേഫ്. 5 പൊട്ടില്ല. അല്ല, നാളെ കല്യാണല്ലേ, പെണ്ണിന് എന്തൊക്കെ കൊടുക്കണ്? കല്യാണ പെണ്ണ് എല്ലാരും കൊടുക്കണ മാതിരി സാധാരണ ഭക്ഷണം തന്നെ കൊടുക്കാം. അല്ലാതെ ഇപ്പൊ അവൾക്ക് മാത്രം ബിരിയാണി കൊടുക്കാൻ പറ്റൂലല്ലോ. സ്വർണം കൊടുക്കേണ്ട കാര്യം. സ്വർണം കൊടുക്കേണ്ട സ്വർണ്ണല്ലേ ഈ ഇരിക്കുന്നത്. ഇതെന്താ നിങ്ങൾ എടുത്തിട്ടിരിക്കണ്? എടി, ഇവിടെ കള്ളന്മാരെ ഭയങ്കര ശല്യ. ഞാൻ അത് ഓരെടുത്തോണ്ടല്ലോ വെച്ചിട്ട് ഞാട്ടതാണ്. അന്നിപ്പോ വേറെ കള്ളനെ അന്വേഷിക്കണ്ടല്ലോ. അല്ല, അതല്ല, ഈ പൊന്നും പൂവൊക്കെ ഇതൊക്കെ എവിടെ നമ്മൾ എടുത്തു? അതൊക്കെ ഏട്ടനോട് ചോദിക്കണം. ഏട്ടനാവുമ്പളേ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോ. അതെ, ബസ്സു ബസ്സാനും കാറാനും കുറച്ച് മാറിക്ക്. സാമൂഹ്യ അകലം മാറിക്കാൻ. അതല്ല, പൂവ് എവിടെ വെക്കണ്ടേന്ന്. എന്റെ ഈ മൊട്ടത്തലയിൽ വെച്ചടി. പൂവും പൊന്നും ചേനയും കാവത്തൊക്കെ വെക്കാൻ പറ്റിയ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നല്ല കോമഡി. പക്ഷെ ചിരിച്ചെന്റെ ക്യാരക്ടർ പോയി ഞാൻ ചിരിക്കണില്ല. താലം പൂവ് എവിടെ വെക്കാന്ന്? താലപൂവേ എങ്ങോട്ട് പോണ്? നാളത്തെ കല്യാണം കഴിഞ്ഞ് മറ്റന്നാളത്തെ വിരുന്നും കഴിഞ്ഞിട്ട് പോയാ മതി. അത് പോയാലേ ഞാൻ വിടുള്ളൂ, അല്ലെങ്കിൽ പെറ്റി വെച്ചോ. പുരുഷേട്ടാ മാറി നിക്കടി. പ്രവിജ വെള്ളാഞ്ചേരി. പെണ്ണുങ്ങളായിട്ട് ബന്ധമില്ല. നീ തന്നെ പറഞ്ഞോ. എനിക്ക് ബന്ധമില്ല, നീ സംസാരിക്കേ. പ്രവിജേ ഇങ്ങോട്ട് പോരെ. കല്യാണത്തെ തലേദിവസം പോരെ. അന്നെ ഞാൻ ഒഴിവാക്കിയതൊന്നുമല്ല, ഉമ്മ. ഈ പ്രവിജ വെള്ളാഞ്ചേരി ഒറ്റ നമ്പറേ പെണ്ണിന്റെ ഉള്ളൂ. ആ നമ്പർ ഡിലീറ്റ് ചെയ്യ്. ഇനി ഒരു പെണ്ണിന്റെ നമ്പർ വേണ്ട, ഡിലീറ്റ് ചെയ്യ്. ഫോൺ തുറക്കേ, നല്ല അമർത്തി തുറക്കണോ. പോക്കറ്റിലിട്ടോ. ഒന്നിങ്ങോട്ട് മാറിക്കേ. എന്റെ പുരുഷേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളൊന്നിങ്ങോട്ട് വരേ. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പുരുഷേട്ടനെ തൊടരുന്ന്. പുരുഷേട്ടൻ പെണ്ണുങ്ങൾ തൊട്ട അപ്പ കരയും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എറണാകുളം പോയി വരുമ്പോ ഒരു ബസ്സിൽ വെച്ചിട്ട് ഒരു പെണ്ണ് അറിയാതെ തൊട്ട്. അന്നങ്ങോട്ട് കരഞ്ഞില്ല. ആ കരച്ചില് 2 ദിവസം കരഞ്ഞി. 3 ദിവസം. ഈ കരച്ചിൽ നിർത്തണമെങ്കിൽ ഈ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഈ കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടോ അല്ലെങ്കിൽ തിന്നാനോ കുടിക്കാനോ മേടിച്ചു കൊടുക്കണോ. എന്നിട്ട് ഞാനൊരു കളിക്കണ കളിപ്പാട്ടായ ലോറി, JCB, ഒരു കാർ, ഇത് 3 എണ്ണം മേടിച്ചു കൊടുത്താ കരച്ചിൽ മാറ്റി. അതെ, ഞാൻ കിൻഡർ ജോയ് വാങ്ങിച്ചു തരാം. മിഠായി, ചോക്ലേറ്റ്. വന്ന ഒരു കാര്യണ്ട്, 100 ഉൾപ്പെടെ മേലെ പോവും. അതെ, പിന്നെ 2ാമത്തെ വിസിൽ വന്ന് 200 ഉറുപ്പ്യായി. 3ാമത്തെ വിസിലായി 300 ഉറുപ്പ്യ. എന്റെ അടുത്ത് നാളെ 500 രൂപ വണ്ടിക്കൂലിക്ക് പോവാനുള്ളതാ. ഞാൻ ബിരിയാണി വാങ്ങിച്ചു തരട്ടെ. പിന്നെ എന്താ വേണ്ട? ഏട്ടാ, ഏട്ടനൊന്നും അറിയാത്ത കാര്യം ഏട്ടാ, അതൊന്നും പറയണ്ട. നരകത്തിലെ കോഴി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഈ കോഴിയുടെ മൂട്ടിൽ കൂടി ഒരു കമ്പിണ്ട് കയറ്റിട്ട് ഈ തീരിട്ട് ഇങ്ങനെ തിരിക്കൂലേ, അതാണ് നരകത്തിലെ കോഴി. സുണ്ട് എനിക്കറിയില്ലേ? സുണ്ട്. അതെ, നരകത്തില് സ്വർഗത്തിൽ എന്തോ ആയിക്കോട്ടെ, വാങ്ങിച്ചെന്ന പോരെ. വാങ്ങിച്ചു തരാം. ഉറപ്പല്ലേ? ഉറപ്പ്. പണ്ടത്തെ പോലെ തേക്കോ? ഇല്ല, എന്റെ പുരുഷേട്ടനെ ഞാൻ തേക്കൂല. പണ്ട് എനിക്ക് വിവരമില്ലാണ്ട് ഞാൻ തേച്ചു പറഞ്ഞു. ഞാൻ തേക്കൂല. പൊന്നു പോലെ നോക്കിക്കോളാം. കേട്ടോളൂ, എന്റെ വഷു പറഞ്ഞ് കേട്ടോ. എന്ത്? അവളെ എന്റെ പൊന്നു പോലെ നോക്കും, എന്നെ തേക്കില്ല എന്ന് പറയുന്നു. നീ എല്ലാരും പറ്റക്കണല്ലേ? ആണാണ് എനിക്ക് വെക്കണ പറ്റ. അവള് ഇനി തേക്കൂല. ഈ ബെറ്റിന് ഞാനില്ല, തോൽക്കാനും ഞാനില്ല. ഓൾ എന്തായാലും ഏട്ടൻ ഇഞ്ഞും തേക്കും, അതെനിക്ക് ഉറപ്പാ. ബെറ്റ്. ബസു
ഈ ക്യാരക്ടർ അടിപൊളിയാന്ന് തോന്നിയിട്ടുണ്ടോ? റാഫി ചേട്ടൻ ഉടനെ മറ്റേ വട്ടിയൂർക്കാവ് അജിത് കുമാർ വിളിക്കും, ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഇല്ലേ? പുള്ളി സ്ത്രീ വിരോധിയാണല്ലോ. അല്ല എന്ന് വെച്ചാൽ ഭയങ്കര ലുക്കാണ്. അതായത് ഈ പറഞ്ഞ കട്ട വീഴ്ചയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ കരച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാരും ഭയങ്കരമായിട്ട് ചിരിച്ചു പോയത്. താങ്ക് യു, സന്തോഷം. അല്ല ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ല, എന്നിട്ട് കയ്യടി തായേ കറക്റ്റ് ആണെങ്കിൽ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? കറക്റ്റ് തന്നെയാ പറഞ്ഞത്. റാഫി ചേട്ടന്റെ ആ ഒരു 2 പേഴ്സണാലിറ്റി കാണിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് ഭയങ്കര ഒരു ഗാംഭീര്യത്വം, പിന്നെ മറ്റേത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്കളി ഭയങ്കര ക്യൂട്ടായിരുന്നു. ആ കുട്ടിക്കളീന്റെ ഭയങ്കര എല്ലായിരുന്നു. ചേച്ചി ആദ്യമായിട്ടാണോ സ്റ്റേജിൽ പെർഫോം ചെയ്യണത്? കോമഡി മാസ്റ്റർ ഞാൻ ആദ്യമായിട്ടാണ്. അതാണോ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുട്ടിപ്പുറം ചേട്ടൻ സൂപ്പറായിരുന്നു, നന്നായിരുന്നു. കുറച്ചൊരു സ്പീഡാണ് നിങ്ങളുടെ ഡയലോഗ് ഡെലിവറി, അതല്ലാതെ ബാക്കി നന്നായിരുന്നു. ബാറ്ററി ചാർജ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പക്ഷെ എന്തായാലും കോമഡിയിൽ കുറച്ചും കൂടി വർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും. താങ്ക് യു. നോബി ചേട്ടാ, ഇത് ആദ്യത്തെ ഒരു ട്രയൽ ചാർജിങ് നോക്കിയാൽ മതി. അടിപൊളി. അടുത്ത പ്രാവശ്യം ഗംഭീരം. പിന്നെ ചേച്ചി ഇടവിള റാഫി നമ്മുടെ മാ അസോസിയേഷനിൽ ഒരു ആക്റ്റീവ് മെമ്പറാണ്. അതെ, കുറെ പരിപാടി ചെയ്യുന്നുണ്ട്, കുറെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡിയിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. പിന്നെ കലാഭവൻ അധ്യാപകനല്ലേ? മിമിക്രി പഠിപ്പിക്കുന്ന ആളെ കൂടിയാ. മിമിക്രി പഠിപ്പിക്കുന്നു പറഞ്ഞോണ്ട് എനിക്ക് ഇവിടെ മിമിക്രി ഞാൻ ഇതിനു മുമ്പ് എനിക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര വൈറലായി, മയിലിന്റെ ഒച്ചയായിരുന്നു. അപ്പൊ അതുപോലെ മിമിക്രി പഠിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഒരു 2 വോയിസ് ഏറ്റവും ബെസ്റ്റ് ചേട്ടൻ എടുക്കുന്ന 2 വോയിസ്. എന്നെ പഠിപ്പിക്കണ്ട, ചേട്ടന്റെ വക പിന്നെന്താ സ്പോട്ടിൽ പഠിപ്പിക്കല്ലേ? നമ്മളെ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ പോലെ ഫാസ്റ്റ് മിമിക്രി സ്പോട്ടിൽ പഠിപ്പിക്കും. ഒരു ഐറ്റം പഠിപ്പിച്ചോട്ടെ. റെഡി? ഇപ്പൊ നമ്മുടെ ചുണ്ടിന്റെ മുകളിൽ എന്തെങ്കിലും കരടി നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ആക്കി നോക്കും. ഓക്കെ. അപ്പൊ ഞാന് മലബാറിന്റെ ഒരു കലാരൂപമായ ദഫ്മുട്ട പഠിപ്പിക്കാൻ പോകുന്നത്. ദഫ്മുട്ട പഠിപ്പിക്കാൻ പോകണേ. റെഡി? ചുണ്ടിന്റെ മുകളിൽ ഒരു സംഗതി എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം തുപ്പിക്ക, നമ്മളെ ഒരു 3 വട്ടം അപ്പം തുപ്പിക്ക. താളത്തിൽ തുപ്പണേ. ഞാനൊരു പാട്ടിട്ട് തരാം. ഓക്കെ? താളത്തിൽ ഗൂഗിൾ പേ നമ്പർ ഞാൻ പേഴ്സണൽ തരാം. അതല്ല, നിങ്ങൾ ഓരോന്ന് പഠിപ്പിച്ചിട്ട് ഈ പെണ്ണിന്റെ ദേഹം അവിടെ കൊടുങ്കാറ്റടിച്ചോ? അല്ലല്ല, ബാർട്ടർ സമ്പ്രദായമായിരുന്നു. അവിടെ ഇവിടെ തുപ്പും, തുപ്പും. റാഫി തുപ്പാനെ പറഞ്ഞു, ഡയാന തുമ്മി. അലീന ഒരു നമ്മളെല്ലാരും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പരിചയമുണ്ട് സ്റ്റേജിന്. നമ്മുടെ ഇവിടുന്ന് സാധാ ആളെ ആരെങ്കിലും സത്യം പിന്നെ ആർക്കാണ് മിമിക്രി ചെയ്യാൻ റാഫി ചേട്ടൻ ഒന്ന് പഠിപ്പിക്കും? അത് അവിടെ ഒരാളെ ചൂണ്ടിക്കാണിച്ചു നിങ്ങൾക്കുള്ള അവസരമാണ്. നിങ്ങൾ ഇതൊരു അവസരമാക്കി ഒരാള് ചേച്ചി നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ് മുറിക്കുന്ന ശബ്ദം വളരെ സിമ്പിൾ ആണ്. ഒന്ന് ബസ് ഓടിച്ച് കളിക്കല്ലേ ചെറുപ്പത്തിലൊക്കെ? ഓടിച്ചേ, താളത്തിൽ ഓടിച്ച് ആക്ഷൻ. മൈക്കൽ ശബ്ദം വരണം. ഞാൻ മൈക്ക് പിടിച്ചേ മുറിച്ചേക്കെ. ബസ് ഓടിച്ചാ മതി. ബസ്സിന്റെ ഹാൻഡിൽ മാറ്റി. കമ്പിയാണ് മുറിക്കുന്നത്, അതാണ് വേറെ ശബ്ദം വേറെ വരുന്നത്. കൊള്ളാം, അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി മേലെ വിളിച്ചേക്കരുതെന്നാണോ? അല്ല, ഇതുപോലൊരു വേദിയില് നമുക്ക് ആദ്യമായിട്ടാണ് 10 പേർക്കും ഇങ്ങനെ ഒരു അവസരം തന്നത്. അതിന് വളരെ വളരെ നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. ഹലോ അളിയാ, മതി. അങ്ങ് പറഞ്ഞു അല്ല, ഈ ഇടവേള റാഫി പാലാജോബിയായി മാറുന്ന അതാണ് ഇപ്പൊ നടത്തിയ പെർഫോമൻസ് അല്ല, നേരത്തെ കാണിച്ച സ്കിറ്റിന് എത്ര കിട്ടിയെന്ന് അറിയണ്ടോ? തീർച്ചയായിട്ടും അറിയണം. അതാണ് പ്രതീക്ഷ. അതിടയ്ക്ക് അങ്ങ് വിട്ടുപോയി. വേറെ റൂട്ടിലേക്ക് ആയിപ്പോയി. എന്നാ റൂട്ട് തിരിച്ച് നമുക്ക് ബസ് ഇവിടെ കൊണ്ടുവരാം. തീർച്ചയായിട്ടും നമുക്ക് പൈസ എത്ര കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, 6,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്.
പക്ഷെ കുറച്ചുകൂടെ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുടെ അത്രയും എന്താ പറയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് ആസ് എ ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും അടുത്താലും പിടിക്കാം. അത്രേ ഉള്ളൂ. നല്ല എനർജിയാണ്. എന്തായാലും ആ പൈസ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന പരിപാടിയായിട്ട് പോയായിരുന്നു. ക്രെഡിറ്റ് ആയി. ഹാപ്പി ആയില്ലേ? ഹാപ്പി. ഓക്കെ, ഇനി ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് പോകാം. പക്ഷെ അതിന് മുമ്പ് ചേച്ചി പാട്ട് പാടുന്നാണല്ലോ ഞാൻ കേട്ടത്. നാടൻപാട്ടിന്റെ ട്രൂപ്പ് ഉണ്ട് എനിക്ക്. പഴയന്നൂർ പടയോട്ടെന്നാണ്. റാഫിഖാന്റെ ട്രൂപ്പിൽ പോവാറുണ്ട്. ആണ്. അപ്പൊ ഇത്രയും വലിയൊരു കലാകാരി ഇവിടെ ഉള്ളപ്പോ നമുക്ക് പാട്ടൊക്കെ കേൾക്കണ്ടേ? പിന്നെ പക്ഷെ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് തിരിച്ച് വന്നിട്ട് ചേച്ചിയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ ചേച്ചി ഒന്ന് ഹാപ്പിയായി പ്രിപ്പയർ ആയി വന്നാൽ മതി. ഓൾറൈറ്റ്, നാടൻ പാട്ട് നമുക്ക് കേൾക്കാം. നമുക്ക് എന്നാ ഒരു ബ്രേക്ക് എടുത്താലോ? ഞാനൊരു കാര്യം പറയട്ടെ. ഓ പറഞ്ഞോടാ. ബ്രേക്ക് എടുക്കണോ? ചേട്ടൻ എടുത്ത് അവിടെ വെച്ചാ പോരെ? ഇടവേള റാഫിനെ എടുത്ത് വെച്ചിട്ട് ഇടവേള പറയാനാണോ? പ്രിയ സുഹൃത്തുക്കളെ, ഒരു ഇടവേള നമ്മൾ എടുക്കുകയാണ്. ഇടവേള റാഫി സേസ് ബ്രേക്ക്. താനോ താനെന്തിന്നോ താനിന്നാനോ തക താനോ താനെന്തിന്നോ താനിന്നാനോ താനോ താനെന്തിന്നോ താനിന്നാനോ തക താനോ താനെന്തിന്നോ താനിന്നാനോ. എന്റെ മുത്തച്ഛ കാർന്നോ മാരേ, ഞങ്ങൾ ഇവിടെ കൊട്ടിപ്പാടാൻ വന്നതാണട്ടോ. എന്നോ താനെന്താനോ താനിന്നാനോ തക താനോ താനെന്താനോ താനിന്നാനോ. കാട്ടിലിടി വെട്ടി മഞ്ഞു മഴ പെയ്തു, ആ മഴയ്ക്ക് പൊട്ടിമുളച്ചൊരു പൊന്നും താമര മുത്താണ്. തൂക്കി മുന കാട്ടി പപ്പടം പോലെ ഇല വിരിഞ്ഞ് കൊമ്പ് 14 ജില്ല 18. ആ മരം നോട്ടം നോക്കണ മുത്താചാരി മക്കളും ആ മരം കൊണ്ടല്ലേ മത്തിക്കപ്പല് പണിഞ്ഞ് മത്തിക്കപ്പല് കൊണ്ടോയി മക്കത്തലു വെച്ച്. ആ വരുന്നൊരു കപ്പലില് എന്തെല്ലാം തിരക്കുണ്ട്. അത്തി ഇത്തി കപ്പി കയറ് ഓട് പാത്രം പാത്രമാടോ. ആ വെള്ളക്കാരൻ താപ്പം പാക്കൻ വല്ലാത്തൊരു ചൂത്തക്കാരൻ തേത്ത പോലൊരു തീവണ്ടിയിൽ കൂക്കിപ്പായണത്. വെള്ളക്കാരൻ താപ്പം പാക്കൻ വല്ലാത്തൊരു ചൂത്രക്കാരൻ തേത്ത പോലൊരു തീവണ്ടിയല്ലേ കൂക്കിപ്പായണത്. ഓ അങ്ങനെ പാട് അങ്ങനെ പാട്. എട്ടും നാലും കളം വരച്ച് 12 എണ്ണം വെച്ച് രാജാക്കന്മാരോടല്ലാതെ പൈസ പോകൂല, രാജാക്കന്മാരോടല്ലാതെ പൈസ പോകൂല. പാട് അങ്ങനെ പാട് അങ്ങനെ പാട്. എന്നോട് മുട്ടാനുള്ള മാറ്റോമാരെ വന്തലിലൊന്നും കാണാല്ല. ഞങ്ങൾക്കുള്ള മാറ്റോമാര് ഏത് രാജ്യത്താണാവോ? തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറിങ്ങനെ 4 നാടാണ്. 4 നാട്ടിലെ മാറ്റോമാരെ കൊണ്ടുവരെന്റെ കാറന്നോമാരെ. കുമ്പളവള്ളി പലതും വരും, തുമ്പയും കുമ്പളവള്ളിയും പലതും വരും. 60 പാട്ട് പഠിച്ചുള്ളോരും മച്ചു പിടിച്ചു വളച്ചുമടിച്ചും പരന്ന കല്ല് മലർത്തി വെച്ച് ഉരുണ്ട കല്ല് ഉരുട്ടി വിട്ട് കളിച്ചേ പോകൂ, പന്തൽ കളിച്ചേ പോകൂ. പാലക്കാട് പോയി വരണം, വണ്ടിക്കിണ്ണം കൊണ്ടുവരണം. ഇപ്പൊ പാടിയ പാട്ടുകാർക്ക് കഞ്ഞി കൊടുക്കാനാ. പാട്ട് ഒന്നും കൂടെ.
ചെയ്തത്. എക്സ്ക്യൂസ് മീ, ആ ബാറ്ററി മാറ്റി ഞങ്ങൾക്ക് ഇപ്പൊ ഇട്ട് തരാമോ? ആ ബാറ്ററി ഇപ്പൊ ചാർജ് ചെയ്യാവോ? പൊളിയായിരുന്നു. എന്തായാലും നമ്മുടെ ശ്രീ ശാസ്ത്ര ടീം എല്ലാവരും ഒന്ന് മുന്നോട്ടേക്ക് വരും, നമ്മളായിട്ട് ജോയിൻ ചെയ്യണം. താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങളുടെ കൂടെ എനർജി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ഇവിടെ എന്താ പറയുക ഓളം വെക്കാൻ പറ്റില്ലായിരുന്നു. ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് നിന്നോ? അപ്പൊ നല്ലൊരു കൈ ഹോൾ ടീം ആൻഡ് താങ്ക് യു സോ മച്ച്. ഇതേ വൈബില് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം ഇതുപോലെ തന്നെ പവർ പാക്ഡ് ആയിട്ട് വീണ്ടും വരും. അതിലേക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റർ.